ശരീരമെന്നാൽ എന്താണ്? നമ്മൾ പൊതുവെ പറയുക ശരീരമെന്നാൽ എല്ലും മാംസവും രക്തമൊക്കെ ചേർന്നുണ്ടാക്കിയ ഒന്നാണെന്നാണ്. കരളും കുടലും ശ്വാസകോശവും തലച്ചോറും ഒക്കെ ചേർന്നുണ്ടായ ഒന്നാണ് ശരീരമെന്ന്. ഇത് ശരിയാണ്, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഈസ്റ്റേൺ മിസ്റ്റിസിസം പറയുന്നത്. ഇതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ടത്രേ. നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ശരീരത്തിൻ്റെ പുറകിൽ വേറെയും ശരീരങ്ങളുണ്ടത്രേ. അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് ആസ്ട്രൽ ബോഡി. നിങ്ങളും ഈ വാക്ക് കേട്ട് കാണും, പക്ഷെ നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആസ്ട്രൽ. ഇത് വേറെയും ചിലയിടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആസ്ട്രോളജി, ആസ്ട്രോണമി. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഇതെല്ലാം നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ശരിയാണ്, ആസ്ട്രൽ എന്ന വാക്ക് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പറയുന്നത് ഈ വാക്കിൻ്റെ അർത്ഥം പ്രകാശമാണ് എന്നാണ്. പറയുന്നത് ആസ്ട്രൽ ബോഡി എന്ന ബോഡി രക്തമോ മാംസമോ എല്ലോ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. അത് പ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതെ, പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടത്രേ. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഭൗതിക ശരീരം അയാൾ ഉപേക്ഷിക്കുന്നു, അയാളുടെ ഫിസിക്കൽ ബോഡി അയാൾ ഉപേക്ഷിക്കുന്നു. ഫിസിക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ടൊരു മനസ്സുമുണ്ടത്രേ, ഫിസിക്കൽ മൈൻഡ്. അതും അയാൾ ഉപേക്ഷിക്കുന്നു. പക്ഷേ അയാളുടെ കൂടെ അയാളുടെ ആസ്ട്രൽ ബോഡി സഞ്ചരിക്കുന്നു അത്രേ. പറയുന്നത് ആസ്ട്രൽ ബോഡിയിലെ ആസ്ട്രൽ മൈൻഡിൽ ഇതുവരെയുള്ള എല്ലാ ജന്മങ്ങളുടെ ഓർമ്മകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിന് മുൻപുണ്ടായിരുന്ന എല്ലാ ശരീരങ്ങളിലെയും മുറിവുകൾ വരെ ഈ ശരീരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഓർമ്മകൾ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ശരീരങ്ങൾക്കും അപ്പുറം മറ്റെന്തോ ഒന്നുണ്ടെന്നാണ്. അതിനെ ആത്മാവെന്ന് വിളിക്കാം, അതിനെ പരിശുദ്ധമായ ബോധമെന്ന് വിളിക്കാം, അതിനെ ദൈവികത എന്ന് വിളിക്കാം. എന്ത് പേരിട്ട് വിളിച്ചാലും എല്ലാവരുടെ ഉള്ളിലുമുള്ള ഈ പരിശുദ്ധമായ ബോധത്തെ തിരിച്ചറിയാത്തടത്തോളം ഒരാൾക്ക് യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ള യാത്രകൾ, ഒരു ഗർഭപാത്രത്തിൽ നിന്നും മറ്റൊരു ഗർഭപാത്രത്തിലേക്കുള്ള യാത്രകൾ, അവസാനമില്ലാത്ത യാത്രകൾ. ചിലപ്പോൾ ആയിരക്കണക്കിന് ജന്മങ്ങൾ, ചിലപ്പോൾ ലക്ഷക്കണക്കിന് ജന്മങ്ങൾ, ചിലപ്പോൾ കോടിക്കണക്കിന് ജന്മങ്ങൾ. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓരോ ജന്മത്തിൽ നിന്നും കിട്ടുന്ന ഓർമ്മകൾ ആസ്ട്രൽ ബോഡിയിൽ, ആസ്ട്രൽ മൈൻഡിൽ സൂക്ഷിക്കപ്പെടുന്നു. പറയാറില്ലേ, ഒരു ജന്മത്തിൽ നിന്നും മറ്റൊരു ജന്മത്തിലേക്ക് പോകുമ്പോൾ ചില വാസനകൾ, ചില കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുവെന്ന്. കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ഈ ജന്മത്തിലേക്ക് വന്നപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആസ്ട്രൽ മൈൻഡിലൂടെയാണത്രേ, ആസ്ട്രൽ ബോഡിയിലൂടെയാണത്രേ. അവനവൻ്റെ ഉള്ളിലെ പരിശുദ്ധമായ ബോധത്തെ തിരിച്ചറിയാത്തടത്തോളം, ഒരു ബുദ്ധയായി മാറാത്തടത്തോളം ഒരാൾക്കിങ്ങനെ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. പറയുന്നത് ഒരാളൊരു ബുദ്ധയായി മാറുമ്പോൾ പിന്നെ അയാൾക്ക് ജന്മങ്ങളില്ല എന്നാണ്. ജന്മങ്ങളുടെ ചെയിൻ അവിടെ കൊണ്ട് മുറിക്കപ്പെടുന്നു.